കൊച്ചി കണ്ണമാലിയിൽ കടൽ കയറ്റം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ ഇറങ്ങി. പ്രതിഷേധക്കാർ ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശ പാത ഉപരോധിക്കുന്നു. രൂക്ഷമായ കടൽ കയറ്റ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സമരക്കാരുമായി ഡെപ്യൂട്ടി കളക്ടർ ഇ അബ്ബാസ് ചർച്ച നടത്തുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, നമുക്കറിയാം ചെല്ലാനത്ത് ഇതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ചർച്ച നടത്തിയ സാഹചര്യമുണ്ട്. സബ് കളക്ടർ അവിടെ ജിയോ ബാഗ്സ് താൽക്കാലിക സംവിധാനമായി ഒരുക്കാം എന്ന് പറയുമ്പോഴും പക്ഷേ ഒരു സ്ഥിരമായൊരു ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യമെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ വീണ്ടും ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ടല്ലോ. ഡെപ്യൂട്ടി കളക്ടർ ഇ അബ്ബാസ് ചർച്ച നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? നിലപാടെന്താണ് സമരക്കാരുടെ? ലക്ഷ്മി, രാവിലെ 6 മണി മുതലാണ് കണ്ണമാലി പ്രദേശത്തെ തീരദേശവാസികൾ ഈ തീരദേശ പാത ഉപരോധിക്കാൻ ആരംഭിച്ചത്. ഏകദേശം 5 മണിക്കൂർ 5.5 മണിക്കൂർ പിന്നിടുകയാണ്. നേരത്തെ തഹസിൽദാർ ചർച്ചയ്ക്ക് വന്ന സമയത്ത് സമരക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല. തുടർന്നാണ് ഡെപ്യൂട്ടി കളക്ടർ ഇ അബ്ബാസ് സമരക്കാരുമായിട്ട് നിലവിൽ ചർച്ച ചെയ്യാൻ എത്തിയിട്ടുള്ളത്. സമരക്കാർ പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കടൽ കയറ്റ ഭീഷണി അല്ലെങ്കിൽ കടൽ കയറ്റം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ചെല്ലാനം മാതൃകയിലുള്ള പദ്ധതി അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു സാഹചര്യത്തിൽ തങ്ങൾ ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ഒരു പരാതി തന്നെയാണ് ഡെപ്യൂട്ടി കളക്ടറോടക്കം സമരക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ജനപ്രതിനിധികളോ അല്ലെങ്കിൽ കളക്ടറോ വന്ന് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകണമെന്നുള്ളതാണ് സമരക്കാർ നൽകുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഡെപ്യൂട്ടി കളക്ടർ ഇക്കാര്യത്തിൽ സമരക്കാരുമായിട്ട് നിലവിൽ ചർച്ച തുടരുകയാണ്. 2021 ഈ 10 കിലോമീറ്റർ പരിധിയിൽ കരിങ്കൽ ഭിത്തി കെട്ടിക്കൊണ്ട് ടെട്രാപോഡ് നിർമ്മാണം അത് പൂർത്തീകരിക്കാമെന്നുള്ള രീതിയിൽ പദ്ധതി ആരംഭിച്ചത്. ഏകദേശം 7 കിലോമീറ്റർ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചെങ്കിലും രണ്ടാം ഘട്ട നിർമ്മാണം നിശ്ചലാവസ്ഥയിലായ ഒരു സാഹചര്യമാണുള്ളത്. അതിനിടയിൽ മഴ പെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കടൽക്കയറ്റം രൂക്ഷമാകും. വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇവിടെ താമസിക്കാൻ കഴിയാത്ത ഒരു ദുരിതാവസ്ഥയിൽ തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തീരദേശ പാത ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കടക്കുവാനായിട്ട് രണ്ടാം ഘട്ട നിർമ്മാണത്തിനുള്ള എസ്റ്റിമേഷൻ ഒക്കെ തയ്യാറായി എന്നാണല്ലോ നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിരുന്നത്. എന്തുപറ്റി? സർക്കാരിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ ആ നിർമ്മാണം വൈകുന്നത് എന്നാണോ? രണ്ടാം ഘട്ടം അങ്ങോട്ട് തുടങ്ങാത്തതെന്നാണോ? ലക്ഷ്മി, നിലവിൽ രണ്ടാം ഘട്ടം തുടങ്ങാത്തത് എന്ന് പറയുന്നത് ഫണ്ടിന്റെ, അതായത് ഫണ്ട് നിലവിൽ കിഫ്ബിയുടെ ഫണ്ട് അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ രണ്ടാം ഘട്ട പദ്ധതിയിൽ ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ഈ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു വാദം. പക്ഷേ നിലവിൽ ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ തീരദേശ ഈ ഒരു ദുരിതാവസ്ഥ അത് മാറ്റുവാൻ വേണ്ടിയിട്ട് മറ്റ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കണം അല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു കടുത്ത അനാസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. സ്ത്രീകളും പ്രായമായവരും അടക്കമുള്ളവർ ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് നാളുകളായിട്ട് ദുരിതാവസ്ഥയിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആവശ്യം. സ്ത്രീകളും കുട്ടികളും ഈ പ്രദേശത്തെ ചേച്ചിമാരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഒക്കെ തന്നെ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചേച്ചി, എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? എങ്ങനെയാണ്? ഭയങ്കര മോശമാണ്. വെച്ചാൽ വെള്ളം കയറിയിട്ട് എല്ലാ വീടുകളിലും ആണെങ്കിലും വെള്ളം കയറണേ. പിള്ളേരുമായിട്ടാണെങ്കിലും ഞങ്ങൾ പോണേ ചെളി കൊണ്ടാണെങ്കിലും വീടുകൾ മൊത്തം നിറഞ്ഞു ഒഴുകണേ. ഈ 2 ദിവസം മുമ്പാണെങ്കിലും എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ടായി. പോലീസ് സ്റ്റേഷനൊക്കെ എല്ലാണെങ്കിലും എല്ലായിടത്തും വെള്ളം കയറിയിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര സങ്കടമായിട്ട് കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചെളിയൊക്കെ കയറിയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നായിട്ട് ഭയങ്കര പാടാണ്. ലക്ഷ്മി, അത് തന്നെയാണ് പറയുന്നത്. നാളുകളായിട്ട് വീടുകളിലൊക്കെ കടൽക്കയറ്റം മൂലം താമസിക്കാൻ കഴിയാത്ത വാസയോഗ്യമല്ലാതായി തീരുന്ന വീടുകളുടെ ഒരു അവസ്ഥ, അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആ പ്രദേശവാസികൾ. അതുകൊണ്ട് തന്നെയാണ് റോഡ് ഉപരോധിച്ചുകൊണ്ട് അവർ ആ പ്രതിഷേധം അങ്ങനെ പ്രകടിപ്പിക്കുന്നതും. രേഷ്മയാണ് വിവരങ്ങൾ അവിടെ നിന്ന് നൽകിക്കൊണ്ടിരുന്നത്.